യേശുവിൽ ഏറ്റവും പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഉറങ്ങി എഴുന്നേറ്റ് വരുന്ന നിങ്ങളുടെ മുന്നിലേക്ക് വലിയൊരു സന്തോഷത്തിന്റെ ഒരു വചനമായിട്ടാണ് അച്ഛൻ വരുന്നത്. ഇന്നത്തെ വാഗ്ദത്ത വചനം എന്ന് പറയുന്നത് അത്രമാത്രം നമ്മുടെ ജീവിതത്തില് സന്തോഷം തരുന്ന ഒന്നാണ്. ആ വചനം എന്താണെന്നറിയോ? അപ്പോസ്തല പ്രവർത്തനം 12-9 അവൻ പുറത്തിറങ്ങി ദൂതനെ അനുഗമിച്ചു. എങ്കിലും ദൂതൻ വഴി സംഭവിച്ച ഈ കാര്യം യാഥാർത്ഥ്യമാണെന്ന് അവന് തോന്നിയില്ല. തനിക്കുണ്ടായ ഒരു ദർശനമാണെന്ന് അവൻ കരുതിയിട്ടുള്ളൂ. പ്രൈസ് ദി ലോർഡ്. അതായത് പ്രിയമുള്ള സഹോദര സഹോദരി, പത്രോസിന്റെ ജീവിതമാണ്. ഹെരോദോസ് രാജാവ് യാക്കോബിനെ കൊന്നു. അത് യഹൂദരെ സന്തോഷിപ്പിച്ചു എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ശിഷ്യപ്രമുഖനായ പത്രോസിനെ കൊല്ലാൻ പോവാ, ജയിലിൽ പിടിച്ചിട്ടു. പിറ്റേ ദിവസം പരസ്യ വിചാരണയാണ്. ആ ഒരവസ്ഥ വിശ്വാസ സമൂഹം കേട്ടപ്പോൾ പത്രോസിന് വേണ്ടി കരങ്ങൾ ഉയർത്തി രാത്രി ജാഗരണം പോലെ പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന സ്വർഗത്തിലെത്തിയപ്പോൾ ദൂതൻ മുഖേന പത്രോസിനെ ബന്ധനത്തിലാക്കിയിരിക്കുന്ന പത്രോസ് 4 പടയാളിൽ വീതമുള്ള 4 ഗ്രൂപ്പ് 16 പേര്, അതിന്റെ നടുക്കി പാവം പത്രോസ് കിടന്നുറങ്ങുക. ആ സമയത്ത് ദൂതൻ വന്നു. പത്രോസിന്റെ എണീക്ക് പത്രോസ് എന്ന് പറഞ്ഞു പുറത്തേക്ക് കൊണ്ടുപോയി. ഈ ഒരു ബന്ധനത്തിൽ നിന്നും മോചിതനായപ്പോൾ ഈ അനുഭവത്തിലൂടെ കടന്നു പോകുന്ന പത്രോസിന് പോലും വിശ്വസിക്കാൻ പറ്റാത്ത തരത്തിൽ താൻ കാണുന്നത് ഒരു ദർശനമാണോ എന്ന് പോലും ചിന്തിക്കുന്നു. ഇതാണ് ഈ വചനത്തിന്റെ പശ്ചാത്തലം. ആണ് പ്രിയമുള്ളവരെ, സ്വപ്നതുല്യമായ തരത്തിൽ ഫലം നൽകുന്ന പ്രാർത്ഥനയാണ് മധ്യസ്ഥ പ്രാർത്ഥന. മറ്റു മക്കൾക്ക് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവസന്നിധിയിലേക്ക് നാം നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ വാഗ്ദാനമാണ് വിസ്മരണീയമാംവിധം, ചിന്തിക്കാൻ പറ്റാത്ത തരത്തില് സ്വപ്നത്തിൽ എന്നതുപോലെ കർത്താവ് നമ്മുടെ ജീവിതത്തില് നാം ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നോ ആ മക്കളുടെ ജീവിതത്തിൽ ഇടപെടും, സംഭവിക്കും. പ്രിയമുള്ളവരെ, എങ്കില് നമ്മുടെ നിയോഗങ്ങളെല്ലാം ദൈവസന്നിധി സമർപ്പിക്കാം. അതുപോലെ മറ്റു മക്കളുടെ നിയോഗങ്ങളും നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ് നമുക്ക് വേണ്ടി ഇടപെടും, പ്രവർത്തിക്കും. എങ്ങനെ പ്രവർത്തിക്കുന്ന? സ്വപ്ന തുല്യമായ തരത്തിൽ. എങ്കിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഇത് വാഗ്ദത്ത പേടകം സമർപ്പിക്കാം. നമ്മുടെ നിയോഗങ്ങള്, മറ്റു മക്കളുടെ നിയോഗങ്ങള്, ഈ നിയോഗങ്ങള് അൽത്താരിലേക്ക് അത്തം സമർപ്പിക്കാം. ഉറപ്പായിട്ടും നമ്മുടെ ജീവിതത്തിലും ആർക്ക് വേണ്ടി കർത്താവ് ഇടപെടണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളുടെ നിയോഗത്തിലേക്കും കർത്താവ് കടന്നു വരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. ഈശ്വരാശീർവാദം തരാം. നമ്മുടെ കർത്താവായ ശിവശാകൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തും നമ്മുടെ കർത്താവിന്റെ സുവിശേഷ വേലയിൽ നമുക്കും പങ്കാളികളാകാം.